കലോത്സവത്തിന്റെ 3-ാം ദിവസത്തിൽ എത്തുമ്പോൾ നമുക്കിവിടെ പല പല വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ മൃദംഗത്തിലും വയലിലും തുടർച്ചയായി 3 തവണ ജയിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് ചോദിച്ചു നോക്കാം വിശേഷങ്ങൾ. പേരെന്താണ്? രംഗനാഥൻ. അപ്പൊ തുടർച്ചയായിട്ട് ഇങ്ങനെ ജയിച്ചോണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഒരു പിന്നാലെ സീക്രട്ട് എന്താണ്? സീക്രട്ട് പറയണ സാധകം പ്രാക്ടീസ്. അപ്പൊ എത്ര കാലം പഠിക്കാൻ തുടങ്ങി? ഞാൻ ഒരു 6 കൊല്ലമായി. 6 കൊല്ലം പഠിക്കാൻ തുടങ്ങി. വയലിനും മൃദംഗവും? അതെ, വയലിനും മൃദംഗവും 6 കൊല്ലായി. ഓക്കെ. അപ്പൊ ഇതിൽ എങ്ങനെ തുടക്കത്തിൽ താല്പര്യം എങ്ങനെ വന്നത്? താല്പര്യം എനിക്ക് ആദ്യം ചെണ്ടയോടായിരുന്നു താല്പര്യം. പിന്നെ അങ്ങനെ ഓരോ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് ഡ്രംസും അങ്ങനെ ഓരോന്നും, പിന്നെ വയലിനും മൃദംഗവും അങ്ങനെ തോന്നി. അപ്പൊ വേറെ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കും? ഞാൻ ചെണ്ട, ഡ്രംസ്, പിന്നെ വയലിൻ, മൃദംഗം. പങ്കെടുത്തിട്ടുണ്ടോ? അതില് പങ്കെടുത്തിട്ടില്ല. അത് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചു. പിന്നെ ഇതിലോട്ട് ഒരു ഇൻട്രസ്റ്റ് ആയി. വീട്ടിൽ ആരെങ്കിലും വായിക്കുന്നവർ അങ്ങനെ എന്തെങ്കിലും വീട്ടിലില്ല. അപ്പൊ എവിടുന്ന് തുടക്കത്തിൽ കേക്ക്? അത് അച്ഛൻ എന്നെ ചെറുപ്പത്തിൽ ഇങ്ങനെ പൂരപ്പറമ്പിലും പിന്നെ കച്ചേരിക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ പോയതാണ്. എന്റെ പേര് സുരേഷ്. അല്ല, അവന്റെ ഒരു സുമാർ ഒരു 2 വയസ്സിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈവനിങ് അവനെ ഓരോ പരിപാടിക്ക് കൂട്ടിയിട്ട് പോകും. അതായത് പത്രത്തിൽ ഇന്നത്തെ പരിപാടി പറഞ്ഞ് നോക്കുമ്പോൾ ഏതെങ്കിലും അമ്പലങ്ങളിൽ ഇതുപോലെ കച്ചേരികൾ, പിന്നെ തായമ്പക സ്പെഷ്യലൊക്കെ ഉണ്ടാവും. അങ്ങനെ അവനെ കൂട്ടിയിട്ട് പോകും. അങ്ങനെ അവന് അത് കണ്ട് അവന് മനസ്സിലത് ഉറച്ചതാണ് ഈ മ്യൂസിക്. പിന്നെ അത് കണ്ട് മനസ്സിലേക്ക് ഞാനും മിസ്സസും കൂടിയിട്ട് അവന് നല്ല ഗുരുവിനെ കണ്ടെത്തി. വയലിനിലെ പ്രൊഫസർ സ്വാമിനാഥൻ സാറും മൃദംഗത്തിലെ പാലക്കാട് മഹേഷ് കുമാറിന്റെ കീഴിലാണ് രംഗനാഥൻ വയലിനും മൃദംഗവും പഠിക്കുന്നത്. അതെ, 6 കൊല്ലമായിട്ടും. അതെ. പിന്നെ അതിന് മാത്രമല്ല, സ്കൂളിൽ നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ, പിന്നെ അവന്റെ ഹാർഡ് വർക്ക്. ആലത്തൂർ BSS ഗുരുകുലം, അതാണ് മെയിൻ മോട്ടിവേഷൻ. അവർ കൊടുക്കുന്ന സ്കൂളാണ് ആലത്തൂർ BSS ഗുരുകുലം. പിന്നെ അവന്റെ ഹാർഡ് വർക്ക്, പിന്നെ ആസ് എ പേരൻസ് ഞങ്ങളുടെ എൻ്റെ മിസ്സസിന്റെ ഫുൾ സപ്പോർട്ട്. ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. അവനെല്ലാം നല്ല പഠിത്തത്തിലും അവൻ നന്നായി A ഗ്രേഡൊക്കെയാണ് വാങ്ങുന്നത്. ഇല്ല, ഒന്നുമില്ല. ബട്ട് വി വിൽ എൻജോയ്. ഞാൻ മിസ്സസും എൻജോയ് ചെയ്യും. ബട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവൻ അതിലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അതിൽ കേട്ടറിവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക്. അതെ. അപ്പൊ ഇതിന്റെ ഒരു മാജിക് ആണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് കുറച്ചൊന്ന് കേട്ട് നോക്കാം. എന്തായാലും അതിന്റെ പുതുമ എന്താ നമുക്കൊന്ന് കേട്ട് നോക്കാം. വിദ്യയുടെ മാണിക്യ വിത്ത് വിതയ്ക്കുന്ന AUP സ്കൂൾ ശ്രീകൃഷ്ണപുരം.